സംസാരായി. അപ്പം കണ്ണാപ്പി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം MG3 പറഞ്ഞു അണ്ണൻ പോയായിരുന്നു. അപ്പൊ MG3 പറഞ്ഞ് ലൈക് PD TVനെയും KVനെയും താങ്ങിക്കുക അങ്ങനെ എന്താ പറഞ്ഞു. നമ്മളാ സിറ്റുവേഷനിൽ നമ്മളാ സിറ്റുവേഷനിൽ ഒന്നിലും ഇല്ല. കണ്ണാപ്പിയുടെ സൈഡ് കേൾക്കുമായിരുന്നു. അപ്പൊ അത് പറഞ്ഞു കേട്ടപ്പോ കണ്ണാപ്പിക്ക് പൊളിഞ്ഞ്. അപ്പൊ കണ്ണാപ്പി പോയി സംസാരിച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരായി. അമ്മാര് പോയി കേട്ട് നമ്മള് തിരിച്ച് ഗ്യാങ് ഹൗസിൽ വന്ന് നമ്മള് ഗ്യാങ് ഡ്രസ് ഇട്ട് വണ്ടി എടുക്കാൻ ഇറങ്ങുന്നതിന് മുന്നേ കണ്ണാപ്പി തിരിച്ചു വരുമായിരുന്നു. കണ്ണാപ്പി സക്കീറും ഗ്യാങ് ഹൗസിലോട്ട് വരുമായിരുന്നു. അപ്പൊ നമ്മൾ അവിടുത്തെ ആ മലയില് അവരെ പിറ്റ് ചെയ്തിട്ട് അടിച്ചു തന്നു. അപ്പൊ നമ്മളെല്ലാരും ഇറങ്ങി. അവര് മീറ്റിംഗ് വിളിക്കാന്ന് പറഞ്ഞു അവര്. മറ്റേ കൊറേ പേര് ലൈക്ക് പിന്നെയും കൊറേ ആൾക്കാർ കേറുമല്ലേ, ഇത് പ്രീ വാർ പോലത്തെ അല്ലേ. നമ്മളിപ്പോ ടോട്ടലി എത്ര പേരുണ്ട്? എനിക്ക് ഒന്ന് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അതില് എനിക്കൊന്നും തോക്ക് പോലും ഇല്ല. തോക്ക് പിടിക്കാൻ പോലും അറിഞ്ഞൂടാ. 1 2 3 ആന മെലിഞ്ഞെന്ന് പറഞ്ഞേ തൊഴുത്തി കെട്ടാൻ പറ്റൂല കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് സിറ്റുവേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ നോക്കാം. അപ്പൊ എങ്ങനെയാണ്? അപ്പൊ വാറെടുക്കുകയാണോ? നമുക്ക് വാറെടുക്കാന്നോ? അവര് മീറ്റിംഗ് വിളിക്കാന്ന് അല്ല ഇന്ന് ചന്ദ്ര നീ ഇവിടെ പറ. അല്ല ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മള് ഇതേ ഉണ്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. മീറ്റിംഗിന് പോണോ? മീറ്റിംഗിന് പോയിട്ട് എന്ത് പറയണോന്നുള്ള കാര്യമാണ് ചോദിക്കണേ. നമുക്ക് അല്ല നമ്മൾ എത്ര പേരുണ്ട്? ഇല്ലേ ഞാൻ ഒരു പോൾ ഇടട്ടെ നിങ്ങൾക്ക് ഈ ഒരു പോൾ ഇട്ട് തരട്ടെ. പക്ഷെ വേറൊരു കാര്യമുണ്ട് ഗൈസ്, ഇതിന്റെ പോള് എല്ലാവർക്കും വരത്തില്ല. അത് വേറൊരു വലിയ പ്രശ്നമാണ്. അത് ഓൾറെഡി അവർ പറഞ്ഞായിരുന്നു. പോൾ എല്ലാവർക്കും വരത്തില്ല. T/poll ക്രിയേറ്റ് പോൾ ഇങ്ങനല്ലേ പോൾ ഇടുന്നേ? ഇത് എവിടെയാണ് പോൾ ഇടുന്നേ? ഇതെങ്ങനെയാണ് പോൾ ഇടുന്നേ? എൻ്റർ അടിക്കണം അല്ലേ? പോൾ സബ്ജക്റ്റ് എല്ലാരും ഇവിടെ ഉണ്ടോ? ഓപ്ഷൻ യെസ്. ഡ്യൂറേഷൻ 5 മിനിറ്റ്. റിസൾട്ട് ഡിസ്പ്ലേ ഫോർ 5 മിനിറ്റ്. ക്രിയേറ്റ്. ഗൈസ് പോള് വന്നവരൊക്കെ ഒന്ന് വോട്ട് ചെയ്തേ. മംഗലശ്ശേരി നിട്ടാലേ ഞാൻ ശ്രദ്ധിക്കൂ. നിങ്ങൾ ആദ്യം കളഞ്ഞത് വന്ന പോൾ എല്ലാവർക്കും വരുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. പോള് ഞാൻ ഒന്ന് ഇറങ്ങിയേറിയിട്ട് വരാം. അപ്പൊ ഇറങ്ങിയേറിഞ്ഞ് കയറാൻ പറ്റുമോ? ഈ ആപ്പ് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ്. ഇത് എവിടെ നോക്കണം എന്ത് നോക്കണമെന്ന് എനിക്ക് അറിയാം. എത്ര 2.3K 2.3K വോട്ടായി. MG3യുടെ നമ്പർ ആരെല്ലാം ഒന്ന് ഫോൺ വിളിക്കുവോ എല്ലാം ചെയ്യോ? അല്ല റേഡിയോയിൽ ഒന്ന് കണക്ട് ചെയ്യാൻ, റേഡിയോയിൽ കണക്ട് ചെയ്യാൻ പറയോ? വന്നില്ല. അതാ പറഞ്ഞ ഗൈസ്, പോൾ എല്ലാവർക്കും വരത്തില്ല ഗൈസ്. എല്ലാവർക്കും പോള് വരത്തില്ല. പോള് കുറെ പേർക്ക് വരത്തില്ല. അതെന്തോ അത് നേരത്തെ ഉള്ള ബഗ്ഗാണ്. എന്താടാ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സിറ്റുവേഷൻ ഇന്ന് എടുത്തു തുടങ്ങണോ അതോ ഞായറാഴ്ചത്തെ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞിട്ട് മതിയോ? ഹലോ കേക്കാവോ ബ്രോ? ബ്രോ ഇതിപ്പം നമ്മള് സിറ്റിയിൽ കയറുന്നതിന് മുമ്പ് ഓൾറെഡി ഇവിടെ സിറ്റുവേഷൻ ആയി എന്ന് പറഞ്ഞായിരുന്നേ ഇവര്. അപ്പൊ എന്തായിരുന്നു സിറ്റുവേഷൻ എന്തായിരുന്നു അറിയണ്ട. നിങ്ങളിപ്പോ നമ്മളൊരു പ്രീവാർ കളിച്ചു, നിങ്ങൾ ഓൾ ഡൗൺ ആയില്ലോ എന്ന് അറിയുള്ള കാര്യം നമുക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ഓക്കെ. അല്ല എന്തായിരുന്നു സിറ്റുവേഷൻ എന്തായിരുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്താണ് ഉണ്ടായെന്നൊന്ന് പറയാം. ഞങ്ങള് മീറ്റിംഗ് വിളിക്കാം. മീറ്റിംഗ് വന്നിട്ട് കാര്യങ്ങൾ പറയാം. ഓക്കെ അതാണ്. ഓക്കെ ശരി. മോടയാണോ? അവന്മാര് മീറ്റിംഗ് വിളിക്കാം. മീറ്റിംഗ് വന്നിട്ട് കാര്യം പറഞ്ഞോളാന്ന്. മീറ്റിംഗിൽ എത്ര പേർക്ക് പോകാൻ പറ്റും?
മീറ്റിംഗ് അല്ലാണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റില്ല ഈ റേഡിയോയിലൊന്നും. അങ്ങനെ അവന്മാര് തീരുമാനിക്കണം. ഞാൻ അമ്മാരോട് ചോദിച്ചപ്പോ അമ്മാര് പറഞ്ഞ് മീറ്റിംഗ് വിളിക്കാം അവിടെ സംസാരിക്കാന്ന് പറയണ. മീറ്റിംഗില് 4 പേർക്ക് ചെല്ലാം. ലീഡറും കോ ലീഡറും പിന്നെ സിറ്റുവേഷൻ ഉള്ളവർക്ക് അകത്തോട്ട് കയറാം. 4 പേർക്ക് കയറാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് വെളിയിൽ നിൽക്കാൻ വേണമെങ്കിൽ. എടാ ഈ മെയിൻ ആയിട്ടുള്ള ആളാരാണ്? കണ്ണാപ്പിയാണോ? മന്ദാരം ഞങ്ങളോട് മന്ദാരോട് അവര് വിളിച്ചില്ലല്ലോ. ഇനി അവന്മാര് വിളിക്കുന്നതിനകത്ത് നമുക്ക് നിൽക്കാം. പോസ്റ്റ് അടിക്കണം നമ്മളെ. ബാക്കിയുള്ളവരുടെ റെഡിയായി നിൽക്കാൻ പറയണം. എത്ര 5 വണ്ടിയല്ലേ? 6 വണ്ടി. 6 വണ്ടി എടുത്ത് 15 ബാക്കി ഉള്ളവർ റെഡിയായി നിക്ക്. ഞങ്ങൾ അപ്പോഴത്തേക്കിന് ഇത് തിരിച്ചു വരുമ്പോഴത്തേക്കിന് മറ്റേ ഡിലേ ആക്കല്ലേ ദൈവം ചെയ്ത്. എല്ലാരും വണ്ടി എടുത്തിട്ട് പോ. എടാ ബുള്ളറ്റോ കണ്ണ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചന്ദ്രൻ എടുത്ത് ചെല്ല. ലോക്കറിൽ എടുത്ത് തരുവേ. 6 വണ്ടി കളിക്കാറാ. 14 പറ്റില്ലേ? ഇത് വെറുതെ അക്സെപ്റ്റ് ചെയ്തിട്ടാ മതിയോ? TV അല്ലേ? എടാ പന്നിന്ന്. അയ്യോ എനിക്ക് നിന്നെ പോലത്തെ ഒന്നും മൈൻഡ് ചെയ്യാൻ സമയമില്ല. എത്ര പേരാടാ ബാക്കിയത് ഇത് കാണാൻ വന്നേ. അപ്പൊ നിന്നെ പോലത്തെ മൈൻഡ് ചെയ്ത് എന്റെ മൂഡ് കളയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ എക്സ്ട്രീം സന്തോഷത്തിലിരിക്കണം. ആ സമയത്തൊക്കെ ഇതിനകത്തൊക്കെ എനിക്ക് ടൈം കളയാനില്ല. എല്ലാവർക്കും സ്ട്രീം ഹെലിയൊന്നും വേണ്ട നമുക്ക്. അല്ലാതെ അവിടെ എത്തുന്ന ഒരു വിശ്വാസല്ലേ വാസ്തവനെ? ഇല്ല ബാബാ. ഹെലിയിലിരുന്ന് കോള് കൊടുക്കുന്നത് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. പക്ഷെ ഹെലി പൊട്ടിത്തെറിച്ച് ഹെലി തന്നെ പോണം. എവിടെ ഹെലി? എവിടെ വേണ്ട വിശ്വാസം അതല്ല എല്ലാം. വേണ്ട ബാബാ എനിക്കൊരു കണ്ണ് വേണം. മന്ദാരാണോ? ചന്ദ്ര വരട്ടെ. ഒരു മീറ്റിംഗ് ഇടാൻ നമ്പർ 3 ഹൈസ്റ്റ് ലൈവ് വാച്ചിങ് ആണോ? നമ്മളെ ഇതിലല്ലേ പോളെടാ 3000 പേർക്കേ പോള് പോയിട്ടുള്ളൂ. മൊത്തത്തിൽ 3000 പേർക്ക് 3800 പേർക്കേ പോള് പോയിട്ടുള്ളൂ. എനിക്ക് അറിഞ്ഞൂടാ ഇത് ബഗ്ഗാണോ ഇത് വാച്ചിങ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നാളെ ഗൈസ് യു വിൽ ഗെറ്റ് എഗ്രിമെന്റ്. ഇല്ല ബ്രോ, എഗ്രിമെന്റ് കിട്ടാൻ ചാൻസ് ഭയങ്കര കുറവാ. കിട്ടത്തില്ല, എഗ്രിമെന്റ് കിട്ടൂല. സ്ട്രീമർ പാർട്ണർ പ്രോഗ്രാം കിട്ടും, പക്ഷെ എഗ്രിമെന്റ് കിട്ടത്തില്ല. കാരണം ഇന്ത്യൻ ക്രിയേറ്റേഴ്സിനെ അവർ എടുക്കത്തില്ല. ഇപ്പൊ ട്വിച്ചും ഇല്ല, കിക്കും ഇല്ല. എഗ്രിമെന്റ് കിട്ടത്തില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. എഗ്രിമെന്റ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു 1 കോടി വാച്ചിങ് കൊണ്ടുവന്നാലും അവന്മാർ എഗ്രിമെന്റ് ഇനി തരുമെന്ന് തോന്നുന്നില്ല. എഗ്രിമെന്റ് ഇല്ല. സ്ട്രീമർ പാർട്ണർ പ്രോഗ്രാം ആണ് നമ്മൾ നോക്കണത്. അത് മാത്രമേ കിട്ടുള്ളൂ, വേറെ ഒന്നും കിട്ടൂല. ഡിഫറൻസ് എന്താ? എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ബ്രോ, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്, എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ അവരൊരു ഫിക്സഡ് എമൗണ്ട് നമ്മുടെ അടുത്ത് പറയും. ആ എമൗണ്ടിന് നമുക്ക് സ്ട്രീം ചെയ്യണം. പക്ഷെ സ്ട്രീമിംഗ് പാർട്ണർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരെ പോയിട്ട് വെറുതെ കിക്കിൽ സ്ട്രീം പാർട്ണർ പ്രോഗ്രാം എന്താണെന്ന് അടിച്ചു നോക്കിയാൽ അതിൻ്റെ അകത്ത് റവന്യൂ ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾക്ക് കിട്ടും. അതായത് അവർ പറയുന്ന കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്. ആ റിക്വയർമെന്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ നമ്മുടെ പെർഫോമൻസിനനുസരിച്ചുള്ള പാർട്ണർ ഇൻകം യൂട്യൂബിൽ നിന്ന് ഇപ്പൊ വ്ളോഗേഴ്സിനൊക്കെ യൂട്യൂബിന്റെ വ്യൂസ് അനുസരിച്ച് എങ്ങനെയാണ് ആഡ് റവന്യൂ വരുന്നത്, അതുപോലത്തെ ഒരു റവന്യൂ ഉണ്ടാവും. അല്ലാതെ വലിയ ഹെവി മറ്റേ തൊപ്പി കോൺട്രാക്ട് ഒക്കെ കാണിച്ച് അങ്ങനത്തെ കോൺട്രാക്ട് കിട്ടത്തില്ല. ഇവിടെ ആ കോൺട്രാക്ട് അവർ കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്തു. ഇന്ത്യയിൽ അവർക്ക് കോൺട്രാക്ട് ഇല്ലെന്നാണ് പറയണത്. അവർക്ക് താല്പര്യമില്ല, ഇന്ത്യയിൽ എങ്ങനെ കൊടുക്കാൻ അവർക്ക് താല്പര്യം ഇല്ല എന്നാണ് പറയുന്നത്. നേരത്തെ അങ്ങനത്തെ കോൺട്രാക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ തൊപ്പിക്ക് ഒരു എമൗണ്ട് ആണെങ്കിൽ നേരത്തെ ഇപ്പൊ വേറൊരു എമൗണ്ട് ആണ്. ഓരോരുത്തരുടെ പോപ്പുലാരിറ്റി അനുസരിച്ചാണ് അത് കൊടുക്കുന്നത്. ഇപ്പൊ കറന്റ് സണ്ണി ലിയോണിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ സണ്ണി ലിയോൺ ഇന്ത്യൻ സിറ്റിസൺ അല്ലല്ലോടാ. സണ്ണി ലിയോൺ ആക്ച്വലി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ പോയാൽ ശരിയാവത്തില്ല ബ്രോ. ഇപ്പൊ ആദ്യം പോയി സംസാരിക്കട്ടെ. അല്ലേന്നോ? പിന്നെ സണ്ണി ലിയോൺ ഇന്ത്യൻ സിറ്റിസണാ?
വൈ നോട്ട് ഇന്ത്യ? അത് ഓരോ അവർക്ക് ഇവിടെ ഇന്ത്യയില് സ്ട്രീമേഴ്സിന് ഇത്ര എമൗണ്ട് കൊടുത്തിട്ട് അവർക്ക് അത് റിട്ടേൺ ആയിട്ട് തിരിച്ചൊന്നും കിട്ടാനില്ല, മനസ്സിലായി? അതുകൊണ്ടാണ് പ്രശ്നം, അതാണ് പ്രശ്നം. എടാ ഇത് വാച്ചിങ് കുറയുന്നില്ലല്ലോടാ, അതാണ് കുറയുന്നത്, കൂടിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവിടെയാണ് എനിക്ക് ഡൗട്ട്. ആ ഇപ്പൊ കുറഞ്ഞല്ലേ, 31 കുറഞ്ഞല്ലേ, അതാണ് എന്റെ ഡൗട്ട്. ടോട്ടൽ GTA 5 വ്യൂവേഴ്സ് 70K ഹയസ്റ്റ് വാച്ചിങ് ഉള്ളത് ആൻഡ് 31K സെക്കൻഡ് ഉള്ളവന് ജസ്റ്റ് 3. വീണ്ടും 31 ആയി. എടാ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതിന്റെ സ്റ്റാർട്ട് കാണണോടാ, സത്യമായിട്ട് ഞാനിത് നിങ്ങളെ കാണിക്കും അടുത്ത ലൈവിൽ ആ സ്റ്റാർട്ട് ഞാൻ കാണിച്ചു തരും ഉറപ്പായിട്ട്. ഇത് ലൈവ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 20-30 മിനിറ്റ് കഴിഞ്ഞാൽ എന്തോ ആണ് സ്റ്റാർട്ട് അപ്പ് ആവണേ. അടുത്ത ലൈവിൽ ഞാൻ നിങ്ങളെ അതിന്റെ സ്റ്റാർട്ട് ഞാൻ കാണിച്ചു തരും. അമ്പോ എനിക്ക് ഇനി വിഷമോ കരച്ചിലും ഒക്കെ വരണേ. What if Indian streaming from other countries? അത് വേറെ, അത് നടക്കും. ഇപ്പം ഞാനിപ്പോൾ പറയാം ബ്രോ, ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ്, വേറെ അടുത്ത് പോയിട്ട് അവിടുത്തെ റെസിഡൻസോ സിറ്റിസൺഷിപ്പോ എല്ലാം കിട്ടിയാൽ ചിലപ്പം സാധ്യതയുണ്ട്. പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രോ, ഗ്ലോബൽ ക്രിയേറ്റർ ആയിരിക്കണം. ഇപ്പോൾ റായ്സാറിനെയൊക്കെ പോലത്തെ ഒരു ക്രിയേറ്ററാണ്. ഓൾ ഓവർ ദ എല്ലായിടത്തുനിന്നും നിങ്ങൾക്ക് വ്യൂസ് ഉണ്ട്. ഈ ഇന്ത്യൻ വ്യൂസ് മാത്രമല്ല, ഗ്ലോബൽ വ്യൂസ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മുടേത് റീജിയണൽ ഓഡിയൻസാണ്, കേരളത്തിൽ മാത്രമുള്ള ഓഡിയൻസ് ആണ് നമ്മുടെ, മനസ്സിലായി? കേരളത്തിൽ എന്ന് പറഞ്ഞാൽ മലയാളികൾ ഓൾ ഓവർ ദ വേൾഡിലുള്ള ഓഡിയൻസ് ആണ് നമ്മുടെ. അവർക്ക് വേണ്ടുന്നത് ഗ്ലോബൽ വ്യൂസ് ആണ്, മനസ്സിലായി? കൂടുതൽ ഇന്ത്യയാണ് എൻഗേജ്മെന്റ് എന്ന് നോക്കുവാണെങ്കിൽ അവർ തരത്തില്ല. നമ്മളെ കുറെ സംസാരിച്ച ആടാ, എന്ത് ചെയ്യാൻ പറ്റും, വേറെ ഒന്നും ചെയ്യാനില്ല. ഇന്ത്യക്കാരില്ലാത്ത നാടോ അല്ലെ, ഒരാളില്ലെന്നല്ല, കുറെ മൾട്ടിപ്പിൾ വ്യൂസ് അവർ. Hi guys, today I'm planning to ask you playing RP. We are playing gang war today. We are going for a meeting എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ മറ്റേ വായിൽ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് ഇരിക്കേണ്ടി വരും, മനസ്സിലായോ? എന്റെ റേഡിയോ താഴെ പോയി.